നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ ഡോക്ടർ സ്മിത വർഗീസ്, നെടുങ്കണ്ടത്ത് ഇടുക്കി രൂപതയുടെ കരുണ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ ജാനുവരി മാസം 2013 ജാനുവരി മാസത്തിൽ ഞാൻ എൻ്റെ മോളെ 9 മാസം ഗർഭിണിയായിരിക്കുമായിരുന്നു. ഈ സമയത്ത് ഗർഭസ്ഥ ശിശുവിൻ്റെ പൊസിഷൻ നേരെ തിരിഞ്ഞാണ് കിടന്നിരുന്നത്. അതായത് എക്സ്റ്റെൻഡഡ് ബ്രീച്ച് പൊസിഷനിലായിരുന്നു. അത് ഡേറ്റിന് കൃത്യം ഒരാഴ്ച മുമ്പായിട്ടും കുഞ്ഞിൻ്റെ പൊസിഷൻ നോർമലായില്ല. ഈ സമയത്ത് ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുകയും കൺവെൻഷനിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ഡേറ്റിന് ഒരാഴ്ച മുമ്പായതുകൊണ്ട് ക്ഷീണം ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നെങ്കിലും ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു വലിയ ഉണർവാണ് ലഭിച്ചത്. വലിയൊരു ദൈവാനുഗ്രഹം ലഭിക്കുന്നത് പോലെ തോന്നി. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഫുള്ളായിട്ട് കൺവെൻഷൻ കൂടി അങ്ങോട്ട് പ്രാർത്ഥിച്ച് 2 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം 3-ാമത്തെ ദിവസം ധ്യാനത്തിന് മുൻപ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ കുഞ്ഞിന്റെ പൊസിഷൻ കംപ്ലീറ്റ് നോർമലായി വന്നതായിട്ട് കണ്ടു. നോർമലായി ദൈവം അത്ഭുതകരമായി കൊച്ചിനെ നേരെ കടത്തി. ഹല്ലേലൂയ. ഇത് വലിയ ദൈവാനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ ഇത് അടുത്ത കൺവെൻഷന് ഈ വിവരം അറിയിക്കണമെന്ന് ഞാൻ ശബ്ദം ചെയ്യുകയും സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെ കൃതജ്ഞതയോടെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് അവിടുന്ന് ചെയ്ത അത്ഭുതമാണ്, ഞാൻ അടുത്ത കൺവെൻഷനിൽ സാക്ഷ്യപ്പെടുത്തുന്ന. അപ്പം തന്നെ തീരുമാനമെടുത്ത് ഇതാ ഇന്ന് കുട്ടിയുമായി വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. 5 ദിവസത്തിന് ശേഷം ഞാൻ സുഖമായി പ്രസവിച്ചു. ആരോഗ്യമുള്ള ദൈവാനുഗ്രഹമുള്ള കുഞ്ഞിനെ ദൈവം എനിക്ക് നൽകി. ദൈവത്തിന് സ്തുതി. അനുഗ്രഹിച്ച് ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് നല്ല വിധത്തിൽ പ്രാർത്ഥിക്കാം. കുട്ടികൾ മുതിർന്നല്ല ചാടി എഴുന്നേൽക്കുക. ആലസ്യം പാടിയ സഹോദരങ്ങളെ, മടുപ്പോ അല്ലെങ്കിൽ അമിത പരിചയ നിമിത്തമുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിരസതയോ ഒരു അലസതയോ ഇതൊന്നും ആത്മീയ ശുശ്രൂഷകളിൽ കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലും പകപ്പൊന്നും കൂടാതെ നല്ല വിധത്തിൽ ഇവിടെ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉണർവോടെ ഈ ശുശ്രൂഷയിൽ നിന്ന് പങ്കുചേരുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. രോഗികൾ അവരവരായിരിക്കുന്ന സ്ഥലം കരുതി ശരിക്കും പ്രാർത്ഥിക്കണം. രോഗികൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗമുള്ള മേഖല കൈകൊച്ച് നന്നായി പ്രാർത്ഥിച്ചുകൊള്ളുക. വചനത്തിൻ്റെ ശക്തിയാൽ കാലങ്ങളുള്ള കെട്ടുകൾ അഴിഞ്ഞു മാറും. തിന്മയുടെ കോട്ടകൾ തകരും. പൈശാചികൾ വിട്ടുപോകും. രോഗത്തിൻ്റെ ആധിപത്യം തകരും. വലിയ വിടുതലുകൾ സമൂഹത്തിൽ സംഭവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയാണ് ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതത്തിൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടി അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കി നോക്കുകയും ചെയ്തവൻ ആരാണ്? ആരുണ്ട് അവിടത്തേക്ക് ഉപദേശം നൽകാൻ? ഏത് പ്രബോധകൻ അവിടത്തേക്ക് പ്രബോധനം നൽകും? അവിടെ നിന്ന് ആരിൽ നിന്ന് ഉപദേശം തേടി? ഓ, വലിയ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് ബൈബിളിലെ ദൈവം. അവിടുന്ന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആകാശത്തിലും ഭൂമിയിലും പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ മഹത്വത്തിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. യെശയ്യാ 40-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, കർത്താവേ, ജനതകൾ അങ്ങേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കൊല്ലെ പൊടി പോലെയുമാകുന്നു. അതേ കർത്താവേ, ഞങ്ങൾ തീരെ നിസ്സാരരാണ്. ഇവിടെ സംഭവിക്കുന്ന സകല കാര്യത്തിലെയും മഹത്വം അങ്ങേക്ക് മാത്രമാണ് കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും വെറും ചെറിയവരാണ്, വെറും ഉപകരണങ്ങളാണ്, തീരെ നിസ്സാരരാണ് കർത്താവേ. അങ്ങയുടെ മഹത്വത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. 2 മക്കബായർ 8-ാം അധ്യായത്തിലെ 18-ാമത് തിരുലിഖിതം, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ
തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഈ വചനം നമുക്ക് നേറ്റ് പറയാം. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഈ വലിയ ദൈവം, ഈ ശക്തിയുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം ഈ മണിക്കൂറിൽ കുടുംബങ്ങളിലേക്ക് തന്നെ ശക്തി വർഷിക്കുകയാണ്. രോഗികളിലേക്ക് തന്നെ അത്ഭുത ശക്തി അവിടുന്ന് വർഷിക്കുകയാണ്. എളിമയോടെ ദൈവ പൈതലെ ഇപ്പോൾ ആരാധിക്കുക. യൂദത്തിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിലെ 11-ാമത്തെ തിരുലിഖിതം, അവിടുത്തെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. എളിമപ്പെട്ട് ഹൃദയം തുറക്കുന്നവൻ ആരോ അവിടെ ദൈവത്തിന് ശക്തിയുണ്ട്. എളിമപ്പെട്ട് കർത്താവിനെ വിളിക്കുന്നവൻ ആരോ അവിടെ കർത്താവിന് സമ്പത്ത് വർഷിക്കുന്നു. സർവ്വ മക്കൾ ഹൃദയം തുറന്ന് സമൂഹത്തോട് ചേർന്ന് കൂട്ടായ്മയോട് ചേർന്ന് ഉറക്ക ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ശക്തിയുടെ അഭിഷേകം, ഓ വൻ കൃപയുടെ അഭിഷേകം, ഓ ഉണർവിന്റെ അഭിഷേകം, ഓ കൃപയുടെ അഭിഷേകം, ഓ അത്ഭുത ശക്തി, ഓ തിന്മകൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കുടുംബങ്ങളിൽ അന്ധകാരങ്ങൾ വിട്ടുമാറി പോകട്ടെ, ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ ബാധകൾ വിട്ടുപോകട്ടെ, എല്ലാ അന്ധചിത്രങ്ങളും വിട്ടുപോകട്ടെ. കൃപയുടെ അഭിഷേകം നിറയട്ടെ, ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ. ദുർചിന്തകളുടെ കോട്ടകൾ തകരട്ടെ, അശ്ലീല ചിന്തകൾ വിട്ടുപോകട്ടെ, സകല വഴക്കും വൈരാഗ്യങ്ങൾ വിട്ടുപോകട്ടെ. കൃപ നിറയട്ടെ, സ്നേഹം കൊണ്ട് നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ, കൂട്ടായ്മ നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, പ്രാർത്ഥനാനുഭവം നിറയട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. കർത്താവേ ഞങ്ങൾ ഏറ്റുപറയുന്നു. റോമാ ലേഖനം 9:16, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. കർത്താവേ ഞങ്ങളുടെ അധ്വാനമോ ഞങ്ങളുടെ ഒന്നുമല്ല കർത്താവേ, അങ്ങ് ദയ തോന്നി ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ, അങ്ങ് ദയ തോന്നി ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായി ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തെ ആദരിക്കുവാൻ ഉത്സാഹിക്കുവിൻ. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 30-ാം തിരുലിഖിതം, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വചനം നമുക്ക് നേരിട്ട് പറയാം. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ആത്മീയ സത്യമാണിത്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ദൈവത്തെ ആദരിക്കുന്നതിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവരാണ്. ദൈവത്തെ ആദരിക്കുന്നതിന് വേണ്ടി ചോര ചിന്തിയും ജീവിതത്തിൽ നഷ്ടം സഹിക്കുന്ന ദൈവമക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും തൃണവൽഗണിച്ച് ഏസാവ് ചമന്ന പയറുപായസം കണ്ടപ്പോൾ ആത്മീയ കാര്യങ്ങളും ആത്മീയതയെല്ലാം പഴകിയ വസ്ത്രം പോലെ ഊരിക്കളഞ്ഞിട്ട് ഇപ്പം എൻ്റെ കാര്യം നടക്കട്ടെ, ഇപ്പോൾ ഈ ആഗ്രഹം നടക്കട്ടെ, ഇപ്പോൾ ഈ സന്തോഷം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ പുറകെ, സന്തോഷത്തിൻ്റെ പുറകെ ഈയാമ്പാറ്റ അഗ്നി കാണുമ്പോൾ പാഞ്ഞു പോകുന്നത് പോലെ
പടക്കളത്തിലേക്ക് പായുന്ന കുതിര പാഞ്ഞു ചെല്ലുന്നത് പോലെ ലോകപ്രകാരമുള്ള സന്തോഷത്തിന് ദൈവത്തെ ഉപേക്ഷിച്ച് പാഞ്ഞു പോകുന്ന ആളുകളും ഇന്ന് ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഈ ദൂത് വളരെ കൃത്യമായി വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളിൽ പതിയണം. എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ ദൂതിൻ്റെ അന്തരാർത്ഥങ്ങൾ പതിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ മിക്കവാറും എല്ലാ നിമിഷങ്ങളിലും തന്നെ നിർണായകമായ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ദൈവത്തെ ഉപേക്ഷിക്കുക എന്ന് നിർബന്ധിക്കുന്ന ലോകത്തിൻ്റെ അരൂപി, ദൈവത്തിന് വേണ്ടി വിശ്വസ്തതയോടെ നിലകൊള്ളുക എന്ന് പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അരൂപി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ വിവേകം കാണിക്കുന്ന അനുസരിച്ച് സന്തോഷമോ ദുരിതമോ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകിൽ നീ അനുദിനം ജീവിതത്തിൽ ദൈവത്തെ ആദരിക്കുന്നതിൽ ആദരിച്ച് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നീങ്ങുന്ന ഒരു ജീവിതമായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് ഉൾക്കാഴ്ച അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താം. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ഒരു നാൾ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി പോരുകയാണ്. അങ്ങനെ മടങ്ങി പോരുന്ന സമയത്ത് ട്രെയിനിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ട്രെയിനിൽ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ധ്യാനത്തിൽ പങ്കെടുത്ത വേറൊരു ഫാമിലി കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് TTR വന്നു. ഞങ്ങളുടെ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ നേരത്തെ തന്നെ റിസർവ് ചെയ്തിരുന്നുകൊണ്ട് എല്ലാം ഓക്കെ, അതൊക്കെ അടിച്ച് അവർ പോയി. അടുത്ത ഫാമിലി അവിടെ ചെന്നു. അവർ 5 മെമ്പേഴ്സ് ഉണ്ട്. ആ കുടുംബനാഥൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കൈക്കുഞ്ഞ്, അദ്ദേഹത്തിൻ്റെ സഹോദരി, അദ്ദേഹത്തിൻ്റെ അമ്മ, 5 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് അടുത്ത ക്യാബിനിൽ യാത്ര ചെയ്യുന്നത്. അവർ ധ്യാനം കൂടിയവരാണ്. അവരുടെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അവർക്ക് ബർത്ത് റിസർവേഷൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ TTRനോട് പറഞ്ഞു, 5 പേരുണ്ട്, എറണാകുളം വരെ യാത്ര ചെയ്യുന്നതാണ്. അവർ ബോംബെ നിന്നും ആ ഭാഗത്തു നിന്നാണ്, എറണാകുളം വരെ യാത്ര ചെയ്യേണ്ടതാണ്. അപ്പോൾ TTR പറഞ്ഞു, ഇഷ്ടംപോലെ വേക്കൻസി കൊണ്ട് തരാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ബർത്ത് റിസർവേഷൻ കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള പൈസ അവർ കൊടുത്തു. അപ്പോൾ TTR പറഞ്ഞു, റെയിൽവേക്കുള്ളത് കിട്ടി, ഇനി എനിക്കുള്ളത് തരാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഈ ധ്യാനം കൂടിയ സഹോദരൻ ചിന്തിക്കുകയാണ്, ദൈവമേ, ഞാൻ എന്തു ചെയ്യും? ദൈവവചനം കേട്ട അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇങ്ങനെ ആവശ്യമില്ലാത്ത റെസീറ്റ് ഇല്ലാത്ത കാര്യമൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പാടില്ല എന്ന്. എന്നാൽ ഉള്ളിൽ നിന്ന് വേറൊരു സ്വരം, ആ സ്വരം എങ്ങനെയാണ് പറയണത്? അയ്യോ, ഇവിടെ നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്യേണ്ടതാണ്. ഈ മറാഠി വാലകൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാൽ വലിയ ശല്യമായി മാറും. ഒരു 5-6 കുപ്പി വെള്ളം വാങ്ങുന്ന കാശേ വരുള്ളൂ. ഒരു 10-200 ഉറുപ്പിക കൊടുത്ത് അതങ്ങനെ സമാധാനത്തിൽ ക്ലോസ് ചെയ്താലോ അദ്ദേഹം ചിന്തിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് പറഞ്ഞോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും മുതിരരുത്, അത് നന്നല്ല, ദൈവവചനം ലംഘിക്കരുത്. ശക്തമായി പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പെട്ടെന്ന് ഞങ്ങളിരിക്കുന്ന ക്യാബിനിലേക്ക് വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛാ, ഈ TTRന് പണം കൊടുക്കണോ വേണ്ടയോ? ഞാൻ ഒരു സെക്കൻഡ് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, മകനെ, നീ പരിശുദ്ധാത്മാവിന് ആലോചന ചോദിച്ചോ? നിന്റെ ദൈവം നിനക്ക് എപ്പോഴും ഉപദേശം നൽകാൻ വേണ്ടി പരിശുദ്ധാത്മാവിനല്ലേ നിയമിച്ചാക്കിയിരിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു. അദ്ദേഹം നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ഞാൻ TTRന് പണം കൊടുക്കണോ വേണ്ടയോ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? എനിക്കെൻ്റെ ദൈവത്തെ ആദരിക്കണം, എനിക്കെൻ്റെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തു, നീ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അദ്ദേഹം ഒന്നും ചിന്തിച്ചില്ല. അദ്ദേഹം നേരെ TTRൻ്റെ അടുത്തേക്ക് വന്നു. TTR ഇദ്ദേഹം പണം എടുക്കാൻ പോയിരിക്കുകയാണെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ TTRന് അദ്ദേഹം പറഞ്ഞു, സാർ, ഞാൻ ധ്യാനം കൂടിയ ആളാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആളാണ്. ഞാൻ ഈ പണം തന്നാൽ അത് പാപമാകും, എൻ്റെ ആത്മാവ് നരകത്തിൽ പോകും. ഈ പണം വാങ്ങിയാൽ സാറിൻ്റെ ആത്മാവ് നരകത്തിൽ പോകും. ഉടനെ TTR എന്താണെന്ന് മനസ്സിലാകാതെ ഒന്നും കൂടെ ഇയാളെ സൂക്ഷിച്ച് നോക്കി. ഉടനെ ഈ മനുഷ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു, സാർ, ഞാൻ ധ്യാനം കൂടിയ ആളാണ്, ഞാൻ യേശുവിൻ്റെ ആളാണിപ്പോൾ. ഞാൻ ഈ പണം തന്നാൽ അത് പാപമാകും, എൻ്റെ ആത്മാവ് നരകത്തിൽ പോകും. ഈ പണം വാങ്ങിയാൽ സാറിൻ്റെ ആത്മാവ് നരകത്തിൽ പോകും, അത് പാപമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ TTR ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് തല ചെറുതായിട്ടൊന്ന് കുമ്പിട്ടിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോയി.
ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഒരു കോൺക്രീറ്റ് സാഹചര്യത്തിൽ ദൈവത്തെ ആദരിക്കാൻ ഉത്സാഹിച്ച ഒരു ദൈവ പൈതലിൻ്റെ ജീവിത രീതിയാണ് ഞാൻ അവിടെ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഒരു 100,000 മേഖലകളിൽ ഓരോ ദിവസവും ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ, ദൈവത്തെ ആദരിക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. അവിടെ എൻ്റെയും നിങ്ങളുടെയും തീരുമാനങ്ങൾ, എൻ്റെയും നിങ്ങളുടെ ചിന്തകൾ ഏത് വഴിക്ക് പോകുന്നു എന്ന് നാം വിശകലനം ചെയ്യണം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 32-ാമത് അധ്യായത്തിൽ ഒരു രംഗമുണ്ട്. മോശയും ജോഷുവയെല്ലാം സീനായി മലമുകളിൽ നിന്ന് കൽപ്പലകളുമായി വരുമ്പോൾ താഴ്വാരത്ത് അഹറോനെ നിർബന്ധിച്ച് ജനമെല്ലാം കൂടി ആ സ്വർണ്ണം എല്ലാം കൂടി ഉരുക്കി കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ കാളക്കുട്ടിയുടെ ചുറ്റിനും കടന്ന് തിമിർത്താടി അങ്ങനെ അർമാദിക്കുന്ന ഒരു രംഗം. വലിയ അട്ടഹാസങ്ങളും വലിയ കാഹളധ്വനികളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് മോശ അവിടേക്ക് കയറി ചെല്ലുന്നത്. അവിടെ മോശ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതാണ് 32-ാം അധ്യായത്തിൽ 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ. ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു. ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അഹറോൻ അവരെ അനുവദിച്ചിരുന്നു. മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു. വലിയ ബഹളം നടക്കുകയാണ്. അപ്പോൾ ആ പാളയത്തിൻ്റെ വാതിൽക്കലേക്ക് കയറി മോശ നിന്ന് സർവ്വശക്തിയോടും കൂടെ കൈ കൊട്ടി ഒച്ചയുണ്ടാക്കി ഉറക്കെ വിളിച്ച് പറയുകയാണ്. പാളയത്തിൻ്റെ വാതിൽക്കലേക്ക് കയറി നിന്നിട്ട് മോശ പറഞ്ഞു, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജനം മുഴുവൻ അങ്ങനെ കൂത്താടുകയാണ്. എന്നാലും മോശയ്ക്ക് ഒരു ധൈര്യം, ഇതിനകത്ത് ആരെങ്കിലും ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നുണ്ടാവുമോ? ഇതിനകത്ത് ആരെങ്കിലും ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നുണ്ടെങ്കിൽ അവരെ പക്ഷത്തേക്ക് ചേർക്കണം. മോശ വാതിൽക്കൽ കയറുന്ന ഉറക്കാൻ അവൻ, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോൾ എൻ്റെ അരികിലേക്ക് വരട്ടെ. ക്ഷണനേരം കൊണ്ട് ആ വലിയ ജനസമൂഹത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ മോശയുടെ അരികിലേക്ക് വന്നു. അതാണ് അടുത്ത് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. ആ ജനക്കൂട്ടം മുഴുവൻ അഴിഞ്ഞാടുമ്പോൾ, അവിടെ കടന്ന് പലതരത്തിലുള്ള പാപങ്ങൾ അരങ്ങേറുമ്പോൾ, വിഗ്രഹാരാധന അരങ്ങേറുമ്പോൾ, ദൈവവചനം ലംഘനം അരങ്ങേറുമ്പോൾ, അതിൻ്റെ നടുവിൽ പാപം ചെയ്യാതെ ആ കൂട്ടത്തിൽ പെടാതെ അവർ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ചു. ലേവിയുടെ പുത്രന്മാർ എല്ലാവരും മോശയുടെ പാർശ്വത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജനക്കൂട്ടത്തിനിടയിൽ ലക്ക് ലഗാനുമില്ലാതെ ദൈവവചനം ലംഘിക്കുന്നതിന് മടിയില്ലാത്ത അവസരത്തിനത് ചാഞ്ഞും ചെരിഞ്ഞും പോകുന്ന ആ സമൂഹത്തിൽ ദൈവവചനം സൂക്ഷിക്കുന്നതിൽ, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതിൽ അഭിമാനം കൊണ്ടിരുന്ന ഒരു പറ്റം ആളുകൾ. പ്രിയപ്പെട്ട സഹോദരി, ഇതേപോലെ ഇന്നുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ. സംഖ്യയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്, ഈ ലേവ്യ പുത്രന്മാർക്ക് ദൈവം ഒരു സ്പെഷ്യൽ അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആരെ അനുഗ്രഹിച്ചാലും അപ്പോൾ തന്നെ ഞാനും അവരെ അനുഗ്രഹിക്കും. സംഖ്യ 6:27 നാം ഇത് വായിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്ന മറ്റൊരു ദൈവ പൈതലിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിലാണ്. പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പല സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഞെരുക്കങ്ങളും പീഡനങ്ങളും തിരസ്കരണങ്ങളും ഉണ്ടായി. ദൈവത്തോട് ചേർന്നിരുന്ന ദൈവ പൈതലിന് കുടുംബത്തിൽ തന്നെ അവൻ തിരസ്കരിക്കപ്പെട്ട്, സഹോദരങ്ങൾ അവനെ പൊട്ടക്കിണറ്റിലിട്ട്, അങ്ങനെ അവൻ നീങ്ങി അവസാനം അവൻ പൊത്തീഫറിൻ്റെ ഭവനത്തിലെത്തി. ഈജിപ്തിലെ കാവൽപ്പടയുടെ നായകനായ പൊത്തീഫറിൻ്റെ ഭവനത്തിൽ അവനെത്തിയപ്പോൾ പൊത്തീഫർ അവനെ എല്ലാ കാര്യത്തിൻ്റെയും ചുമതലക്കാരനായി നിയമിച്ചു. അവിടെ അവൻ അങ്ങനെ ഭംഗിയായി ക്രമപ്പെടുത്തി എല്ലാം ചെയ്തു വരവേ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് വളരെ ഉന്നതമായ ഒരു അഭിലാഷം പൂണ്ട്. ആ അഭിലാഷത്തിൽ അവൾ പാപം ചെയ്യാൻ നിർബന്ധിച്ചു. അപ്പോൾ ജോസഫ് പറയുന്ന ഒരു വചനമുണ്ട്. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിലെ 9-ാം തിരുലിഖിതം. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരായി പാപം ചെയ്യുന്നത്? അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതിനെ തുടർന്ന് വളരെ വലിയ കഷ്ടതകളിലേക്ക് അവൻ്റെ ജീവിതം വീഴുകയാണ്. അപ്പോഴെല്ലാം
ഈ ജോസഫിൻ്റെ മനസ്സിൽ ഒരു തീ കത്തുകയാണ്. എന്താണ് ആ തീ? പ്രതികാരം ചെയ്യാനുള്ള തീയല്ല, പകരം വീട്ടാനുള്ള തീയല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഉയർന്നു വരും എന്നുള്ള തീയല്ല. അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന അടിസ്ഥാന തീ, എൻ്റെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം. എൻ്റെ ദൈവത്തിന് മുമ്പിൽ നീചമായി പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിശ്വസ്തത വരാൻ പാടില്ല. അവനൊരു നിർബന്ധമുണ്ട്, എൻ്റെ ദൈവത്തെ എനിക്ക് ആദരിക്കണം, എൻ്റെ ദൈവത്തോട് എനിക്ക് വിശ്വസ്ത പുലർത്തണം. സങ്കീർത്തന പുസ്തകത്തിൽ 105-ാം അധ്യായത്തിൽ 18-ഉം 19-ഉം തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? അവൻ്റെ കാലുകൾ വിലങ്ങുകൾ കൊണ്ട് മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി, അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ നീണ്ട 13-ൽ പരം വർഷങ്ങൾ സൂര്യപ്രകാശം പോലും കാണാൻ പറ്റാത്ത വിധം ഇതാ പാതാള കിണറിൽ, കാരാഗൃഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ നീണ്ട വർഷങ്ങളിൽ അവൻ്റെ കാലുകൾ കാൽവിലങ്ങുകൾ കൊണ്ട് മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് വട്ട മുറുകി. ചില എരുമയുടെ പോത്തിൻ്റെ കഴുത്തിൽ കയറിട്ട് എങ്ങനെ അവിടെ പുണ്ണ് പിടിക്കണോ അതുപോലെ അവൻ്റെ കഴുത്ത് പുണ്ണ് പിടിച്ച് ശരീരം മുഴുവൻ വികൃതമായി. അവൻ്റെ രൂപഭാവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴെല്ലാം അവൻ്റെ ഉള്ളിലെത്തി എൻ്റെ ആകാര വടിവ് കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ പേരും പെരുമയും കാത്തു സൂക്ഷിക്കണം, അതല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഉയർന്നു വന്ന് ഇവരോടെല്ലാം പ്രതികാരം ചെയ്യണം. ഇതൊന്നും ആയിരുന്നില്ല ജോസഫിൻ്റെ ഉള്ളിലെ ആഗ്രഹം. അവൻ ദൈവത്തോട് വിശ്വസ്തത, ദൈവത്തെ ആദരിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ഉള്ളിലെ അഗ്നി അവൻ എങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോടുള്ള അവൻ്റെ വിശ്വസ്തത തെളിയിക്കപ്പെടുന്നത് വരെ അവൻ നീണ്ട വർഷങ്ങൾ ഈ കാരാഗൃഹത്തിൽ, ഈ അന്ധകാരത്തിൽ, ഈ മുറിവിൽ, ഈ തിരസ്കരണത്തിൽ, ഈ ഒന്നുമില്ലായ്മയിൽ അവൻ്റെ ജീവിതം അങ്ങനെ കിടക്കുകയാണ്, അവ്യക്തതയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു തീ ഉണ്ടായിരുന്നു. എനിക്കെൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തത തെളിയിക്കണം, എൻ്റെ ദൈവത്തെ എനിക്ക് ആദരിക്കണം. ദൈവത്തെ ഉപേക്ഷിച്ചിട്ടൊരു സുഖം എനിക്ക് വേണ്ട, ദൈവത്തെ ഉപേക്ഷിച്ചിട്ടൊരു സന്തോഷം എനിക്ക് വേണ്ട, ദൈവത്തെ ഉപേക്ഷിച്ചൊരു ഉയർച്ച എനിക്ക് വേണ്ട. ഇത് അവൻ്റെ ഉള്ളിലെ തീയായിരുന്നു സഹോദരങ്ങളെ. അവൻ്റെ ജീവിതത്തെ ദൈവം കണ്ടു, ദൈവം അവൻ്റെ ജീവിതത്തെ മാനിച്ചു, ദൈവം അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകി. ഈജിപ്തിൽ രണ്ടാമനായി ദൈവം അവനെ ഉയർത്തി, അവൻ്റെ ജീവിതത്തെ ദൈവം ആദരിച്ചു. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലെ 30-ാമത്തെ തിരുലിഖിതം, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകത്തിൻ്റെ വലിയ വലിയ നേട്ടങ്ങളോ വലിയ വലിയ സുഖങ്ങളോ അല്ല, ഓരോ ദിവസത്തിലെ ഓരോ സാഹചര്യത്തിലും അങ്ങയെ ഉപേക്ഷിക്കാതെ ജീവിക്കാനുള്ള, അങ്ങയോടുള്ള വിശ്വസ്തത തെളിയിച്ച് ജീവിക്കാനുള്ള, അങ്ങയെ ആദരിച്ച് അങ്ങയെ മാനിച്ച് ജീവിക്കാനുള്ള ഒരു ഹൃദയ തെളിച്ചം എനിക്ക് തരണമേ കർത്താവേ. 2 കരങ്ങൾ ഉയർത്തി മക്കളെ ദൈവത്തോട് അനുഗ്രഹം പ്രാപിക്കുക. ദൈവത്തെ കൂടാതെ ഒന്നും നടക്കുകയില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എന്നാൽ ആദ്യം 3 തവണ തള്ളി പറഞ്ഞത് ഈ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ പത്രോസ് തന്നെയല്ലേ. ദൈവത്തിൻ്റെ സഹായം നമുക്ക് വേണം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഉറക്കം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, എത്രയോ ആളുകൾ അങ്ങയെ ആരാധിച്ചു കർത്താവേ, എത്രയോ ആളുകൾ അങ്ങോട്ട് വിശ്വാസം പുലർത്തി കർത്താവേ. ഇതാ ഞാനും പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിതം അങ്ങേ ആരാധിക്കാൻ, അങ്ങയോട് വിശ്വാസം പുലർത്താൻ എന്നെ അഭിഷേകം ചെയ്യണ കർത്താവേ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിലെ 8-ാം തിരുലിഖിതം, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ഇതാ നമ്മുടെ അരികിൽ. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി, യേശുവേ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഉറക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ, 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 യേശുവിന്റെ നാമത്തിൽ
കണ്ണുകാലുകൾ തകരട്ടെ, പൈശാചികൾ അമരട്ടെ. Glory, glory. ആരാധന യേശുവേ, 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 യേശുവേ. Hallelujah, Maranatha. Come, Lord Jesus.